ചക്ക കൊണ്ട് ചക്കപ്പൊരി ഉണ്ടാക്കാം. നമ്മൾ ഏത്തക്ക അപ്പം ഉണ്ടാക്കുന്ന അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ചക്കപ്പൊരി ഉണ്ടാക്കാനും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് ചക്കപ്പൊരി. അതുമാത്രമല്ല, നമുക്കിപ്പോൾ അറ്റ് പ്രസൻറ്റ് ചക്കയുടെ ഒരു സീസണാണ്. നാട്ടിലൊക്കെ ഇപ്പം നല്ലതായിട്ട് ഇത് അവൈലബിളാണ് വരിക്കച്ചക്ക. അപ്പോൾ നമുക്കൊക്കെ ഇവിടെ താമസിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടി. അപ്പോൾ ഞാനത് ഒരല്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ചക്കപ്പൊരി ഉണ്ടാക്കാനായിട്ട് നേരത്തെ ഞാനൊരു ചക്ക പായസത്തിൻ്റെ ചക്കപ്രഥമൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. അപ്പോൾ ചെയ്തതാണിത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ചക്ക ഞാനിപ്പോൾ 2 പീസായിട്ട് മുറിച്ച് വെക്കുകയാണ്. ഇത് കുരുവെല്ലാം മാറ്റി ചവണിയെല്ലാം മാറ്റിയിട്ട് എടുത്ത് വയ്ക്കുക, ക്ലീൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ 2ആയിട്ട് കീറിയെടുക്കാതെ തന്നെ മുഴുവനെ നമുക്ക് ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കുറച്ച് കട്ടി കുറഞ്ഞ ഒരു ചക്കപ്പൊരി ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ നമുക്കിത് സൈസ് എടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാറ്റർ തയ്യാറാക്കാം. ഇപ്പം നമുക്കിത് മൈദയിൽ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയിലും ചെയ്യാം. ഞാനിപ്പോൾ മൈദയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എത്ര അളവാണെന്നുള്ളത് ഞാനിതിൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്, എത്ര അളവാണ് എടുക്കുന്നതെന്നുള്ളത്. അപ്പം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ കുറച്ചൊരു സ്റ്റിഫ്നെസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ട റവയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബെൻസി റവ, നല്ല ഉപ്പുമാവിൻ്റെ വലിയ റവ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. സൂചി ഗോതമ്പിൻ്റെ റവ എടുത്താലും മതി, സൂചി റവ എടുത്താലും മതി. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു റവയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് അതെടുത്തത്. പിന്നെ ഒരല്പം പഞ്ചസാര ചേർക്കുന്നത് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ബാറ്ററിലും കൂടെ അല്പം മധുരം ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ചേർത്തത്. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ എല്ലാ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ അല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കി നോക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ അങ്ങനെ ഒരു നിർത്തി വേണം ഇതൊന്ന് ബാറ്ററൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എന്തെന്ന് ഈ ചക്കച്ചുളയിൽ ഈ ബാറ്റർ ഒന്ന് കോട്ടായിരിക്കണം. അപ്പോൾ ആ ഒരു തിക്ക് കൺസിസ്റ്റൻസി വേണം നമ്മൾ ഈ മാവ് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ കട്ടയെല്ലാം ഉടച്ച് എടുക്കണം. ശരിക്കും ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താൽ ഉടഞ്ഞ് കിട്ടും. പക്ഷേ ഇപ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്നും ചെയ്യാത്തത്. ഇനി നമുക്കൊരു 5-10 മിനിറ്റ് ഇതൊന്ന് സെറ്റാവാനായിട്ട് വയ്ക്കാം. ആ റവയൊക്കെ ഒന്ന് കുതിർന്ന് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുന്നവരെ വയ്ക്കാം. അപ്പോൾ ഞാനിപ്പം ഒരു ചെറിയൊരു ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാനുള്ള അത്രയും ചക്കച്ചുളയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിത് സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മൾ ആദ്യം എണ്ണയുടെ ടെമ്പറേച്ചർ നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ടെമ്പറേച്ചറിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ ചൂടാവാതെ ഇട്ട് കൊടുത്താൽ ഒരുപാട് എണ്ണ ഇത് വലിച്ച് എടുക്കും. ഈ ഒരു നമ്മൾ എന്താ പൊരിക്കാൻ ഇതെന്ന് വെച്ചാൽ അത്. അപ്പോൾ ഇങ്ങനെ 2 തുള്ളി മാവ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ അത് മുകളിലേക്ക് പൊങ്ങി വരും. ഇതിപ്പോൾ റെഡി ആയിട്ടില്ല, അതുകൊണ്ടാണ് താഴെ തന്നെ കിടക്കുന്നത്. എണ്ണയുടെ ബോട്ടം പാർട്ടിൽ തന്നെയാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പെട്ടെന്ന് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോൾ എണ്ണ പലഹാരം ഉണ്ടാക്കിയാലും ഈ ഒരു ചെക്കിങ് നടത്തിയിട്ടേ ഉണ്ടാക്കാവൂ. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ മുക്കി ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിപ്പം ഇത് 2 ബാച്ചായിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. കാരണം എണ്ണ വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഞാനിത് ചെറിയൊരു പാർട്ട് എണ്ണ എടുത്തിട്ടുള്ളൂ. ഒരു വലിയ ചീനച്ചട്ടി വെച്ച് കുറേ എണ്ണ ഒഴിച്ചാൽ ഇതെല്ലാം ഒരുമിച്ചങ്ങ് വറുത്തെടുക്കാം. പക്ഷേ അങ്ങനെ എന്തിനാണ് വെറുതെ എണ്ണ വേസ്റ്റ് ആക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതേ ഉള്ളൂ ഇങ്ങനെ ചെറുതായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗോൾഡൻ ക്രിസ്പി ലെവൽ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു പലഹാരം എന്ന് പറയാനുള്ള നല്ലൊരു സ്നാക്കാണിത്. ചക്ക നല്ല വരിക്കച്ചക്കയല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ എല്ലാം. തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇതിൻ്റെ മണം അടിക്കും നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അത്രയ്ക്ക് മണമാണിതിന്.
അപ്പോൾ ഇത് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് നോക്കാത്ത ആൾക്കാരും ഉണ്ടാവും. ഞാനിതിപ്പം 3ാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അതിനു മുമ്പൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇത് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്ക് അവർ ചക്ക പൊരി കഴിക്കാനായിട്ട് തന്നു. വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞത്. അന്ന് മുതലാണ് ഞാൻ ഈ ചക്ക, ശരിക്കും പറഞ്ഞാൽ വരിക്കച്ചക്കയൊക്കെ കിട്ടിയാൽ നമുക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ളൊരു ക്ഷമയൊന്നും കാണില്ല, നമ്മൾ കഴിച്ച് തീർക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ എന്തായാലും എനിക്ക് കിട്ടിയ ചക്ക വെച്ചിട്ട് ഞാൻ പായസം ഉണ്ടാക്കി, ഇതും ഉണ്ടാക്കി, ചക്കപ്പൊരിയും ഉണ്ടാക്കി. അപ്പം നിങ്ങൾക്ക് വരിക്കച്ചക്ക കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, അത്രയ്ക്ക് നല്ല ടേസ്റ്റിയാണിത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയുടെ അളവ് ഈ ബാറ്ററിൽ ചേർക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് ബാറ്ററിലൊരു മധുരം വേണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ചിലവർക്ക് അങ്ങനെ എല്ലാം കൂടി മധുരം കൂടിപ്പോകും. ചക്കയ്ക്ക് നല്ല മധുരമാണ്, പിന്നെ ബാറ്ററിനും നല്ല മധുരമാണ്, അത് വേണ്ട എങ്കിൽ അവോയ്ഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പം നമുക്കിത് ചായക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ പുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചക്കയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കിട്ടുവാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒരു തവണയെങ്കിലും വരിക്കച്ചക്ക വെച്ചിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അപ്പം നമ്മളിത് ഗോതമ്പ് പൊടിയിലുണ്ടാക്കിയാൽ ഇതുപോലെ തന്നെ ഇരിക്കും, ഒരു വ്യത്യാസം തോന്നില്ല. അപ്പോൾ ഗോതമ്പ് പൊടി ആണെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കുക, ഒരു കുഴപ്പമില്ല. അപ്പം ഞാനത് നല്ല ചൂട് ചായയുടെ കൂടെ സെർവ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ ചായയും ഇത് ചൂടോട് തന്നെ കഴിക്കണം. ഇത് തണുത്ത് പോയാൽ ഇതിൻ്റെ സ്വാദം നഷ്ടപ്പെടും. ഇത് നല്ല ക്രിസ്പി അടിക്കുമ്പോൾ തന്നെ കഴിച്ചു തീർക്കണം. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ഐക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ജെറാനാസ് കിച്ചൺ. ബൈ ബൈ.